ഹലോ, എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് കറ്റാർ വാഴ കണ്ടോ, കറ്റാർ വാഴ എന്ന് വെച്ചാൽ മറ്റേ ഇംഗ്ലീഷിലൊക്കെ പേര് മറന്നുപോയി. അതായത് നമ്മുടെ എന്താണ് അതിന് ആ പേരവിടെ കിടക്കട്ടെ. അപ്പം നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്ത് 2-3 കറ്റാർ വാഴ ഇങ്ങനെ ഇവിടെ ഇതങ്ങ് ചീത്തയായി നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിനെ ഒന്ന് ഇളക്കി നടാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണും ചാണകമൊക്കെ ഇട്ട് നട്ടിട്ടുണ്ട്. കണ്ടോ, ചാണകമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതിലോട്ട് ഇന്നൊന്നെടുത്ത് വയ്ക്കാമെന്ന് വെച്ചു. വലിയ പാടാണിത് കേട്ടോ. അപ്പം ഇതിങ്ങനെ നിന്നങ്ങ് ചീത്തയായി പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ നമുക്ക് ഇതിൽ നിന്നിങ്ങനെ ഇളക്കിയെടുത്തിട്ടേ ഒന്ന് നടാന്ന്. ഇതൊരു വേറെ കറ്റാർ വാഴ എൻ്റെ കയ്യിലുണ്ട്. അതും ഇതെല്ലാം ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ എനിക്കിപ്പം സുഖമില്ല. എനിക്ക് ചെടിയൊക്കെ ഞാൻ ഭയങ്കര നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം വെള്ളം ഒഴിക്കാനും ഒക്കെ പാടാണ്. നമുക്കിപ്പോൾ അതൊക്കെ ഇതിനെ ഇളക്കിയെടുക്കാനായിട്ട് ഇത് നമ്മൾ ഈ മെയ്സണെല്ലാം ചാന്തൊക്കെ തേക്കുന്ന സിമൻ്റൊക്കെ തേക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കണ്ട ഒരെണ്ണം ഇളക്കിയെടുത്തു. അപ്പോൾ നമുക്കിത് 3 ചെടിച്ചട്ടിയല്ലേ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത്. കണ്ടോ, 3 ചെടിച്ചട്ടി കാണാമോ? കണ്ടോ, 3 ചെടിച്ചട്ടിയുണ്ട്. കുറേ ചെടിച്ചട്ടിയുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് 3 ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 2 ഇളക്കിയെടുക്കാം കേട്ടോ. ഒരെണ്ണം വലുതാണ്, അതവിടെ നിന്നോണ്ട്. നമുക്കിപ്പം 2 മതി. കണ്ടോ, 2 ഇളക്കിയെടുത്ത്. ഇത് ഒരു വലുതല്ലേ, അതവിടെ നിൽക്കട്ടെ. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വലിയ ചട്ടിയിൽ നടാം. ഇതിപ്പോൾ നമുക്ക് തൽക്കാലം ഈ പുല്ലെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിനെ 2 ചെറിയ ചട്ടിയിൽ, ഈ വലിയ ചട്ടിയുടെ ആവശ്യമില്ല. നമുക്ക് ഇത് നട്ടതിന് ശേഷമൊക്കെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇതില്ല, നിറച്ചും മണ്ണും ചാണകവും കൂടെ നല്ല ഭംഗിയാക്കി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഒരു പ്രശ്നമില്ല. ഇതിപ്പം ചിലർ പറയുന്നത് ഇത് കല്ലിലൊക്കെ എടുത്ത് വെച്ച് വേണം നടാനെന്നാണ്. ഞാനിപ്പോൾ കല്ലൊന്നും എടുത്ത് വയ്ക്കുന്നില്ല. ഞാനിത് നമ്മൾ സാധാരണ നടുമ്പോലെ, ചെടികൾ നടുമ്പോലെ ഇതിനകത്ത് ചാണകം നിറച്ചുണ്ട്. നമുക്ക് പതുക്കെ ഇങ്ങനെയൊന്ന് കുഴിച്ച് വെച്ച് കൊടുക്കാം. അധികം അങ്ങ് താക്കുകയൊന്നും വേണ്ട, കുറച്ചിങ്ങനെ കുഴിച്ച് വെച്ചാൽ മതി. അത്ര താക്കുകയൊന്നും വേണ്ട. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ 2-3 കല്ലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ, ഇത്രയും താത്താൽ മതി. അപ്പോൾ ഒന്ന് നട്ട് നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും മതി കേട്ടോ, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി ഇതിന്. ഇത് അടുത്ത ഒരു ചെടിച്ചട്ടിയിലെടുത്ത് നമുക്കിനി ഒരു ചെടിയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒന്നും മണ്ണൊക്കെ ഇളക്കി. അപ്പോൾ ഇതിനകത്ത് ചാണകം ഇട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല കണ്ടോ, ഇളകി കിടക്കുകയാണിത്. നമ്മളിപ്പം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എടുത്ത് വെച്ചതാണ്. അപ്പുറത്തെ വീട്ടിലെ പെങ്കൊച്ച് വന്നാണൊക്കെ ചെയ്തു തന്നത്. അപ്പം ഇതുവരെ ഇത് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഇന്നും എനിക്ക് നല്ല സുഖമില്ലെങ്കിലും അങ്ങ് നട്ടേക്കാന്ന് വെച്ചിട്ടുണ്ട്. 2ാമത്തേതും ഞാൻ നട്ടു വെച്ച്. വേറെ ഒരു കറ്റാർ വാഴ ഇവിടെ ഉണ്ട്, ആ ചെടിച്ചട്ടിക്കകത്തും കുറേ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഇളക്കി നടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു സ്റ്റൈൽ വരുത്താൻ വേണ്ടിയേ ഇതിൻ്റെ ചുറ്റും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല കല്ലെല്ലാം ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ പോയി കുറച്ച് കല്ലെടുത്തുകൊണ്ട് വരാമേ. അപ്പം ഞാൻ പോയി കുറച്ച് കല്ലെടുത്തുകൊണ്ട് വന്ന് കണ്ടോ, നല്ല റൗണ്ടായിട്ടുള്ള കല്ലുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചിങ്ങനെ ഭംഗിക്കായിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ ചെടിയും ഉറയ്ക്കും, കാണാനും ഒരു നല്ല ഭംഗിയായിരിക്കും. നമ്മൾ അധികം അങ്ങ് ചുറ്റാക്കണ്ട. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇനി തൈകൾ കിളുത്ത് വരാനുള്ളതല്ല. ഇത്രയും മതി, ഇത്രയും സെറ്റാക്കിയാൽ മതി. ഇത് ഒരെണ്ണം സെറ്റായി, നല്ല ഭംഗിയായില്ലേ. ഇത് നമുക്കിതിനെ അടുത്തതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതും അങ്ങനെ തന്നെ. ഈ കല്ല് കണ്ടില്ല, ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് അതിൽ നിന്നാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കല്ലാണ് കേട്ടോ. ഇത് നേരത്തെയൊക്കെ വാങ്ങിച്ചതാണ്, ഇപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ. പക്ഷെ ഒന്നും കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര മതി. പിന്നെ നമുക്കിനി ഇത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. അപ്പം കണ്ടില്ലേ, 2 കറ്റാർ വാഴകൾ ഞാൻ നട്ട് നല്ല ഭംഗിയാക്കിയില്ല. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഇവർ 2 കണ്ടില്ലേ, നല്ല ഭംഗിയായില്ലേ. എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ നട്ടത് ഇഷ്ടമായോ? എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.